നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കോൺഗ്രസ് ക്യാമ്പിന് നിരാശയാവുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലേക്കില്ല. UDFന്റെ കോഴിക്കോട് നടക്കുന്ന മഹാറാലിയിൽ മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കുന്നു. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില കണക്കിലെടുത്താണ് രാഹുൽ അവസാന നിമിഷം യാത്ര റദ്ദാക്കിയത്. സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, രാഹുൽ ഗാന്ധി യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. സോണിയാഗാന്ധി ആശുപത്രിയിലായത് കാരണമാണ് വരാത്തത്. പക്ഷേ ഖർഗെ എത്തുന്നുണ്ട് പ്രചാരണത്തിന്, അല്ലേ? അതെ വിനീത, അവസാന നിമിഷമാണ് രാഹുൽ ഗാന്ധി വരുന്നില്ല എന്നൊരു അറിയിപ്പ് കേരളത്തിന് ലഭിച്ചത്. സോണിയാഗാന്ധി ആശുപത്രിയിലായതുകൊണ്ടാണ് അദ്ദേഹം റദ്ദ് ചെയ്തത്. അദ്ദേഹത്തിലൂടെ അനുമതി വാങ്ങി ഫ്ലൈറ്റ് ഉൾപ്പെടെ ചാർട്ടർ ചെയ്തിരുന്നു കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടി. പക്ഷേ അവസാന നിമിഷമാണ് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം വന്നുകൊണ്ടാണ് അദ്ദേഹം വരാതിരിക്കുന്നത്. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും കോഴിക്കോട് കടപ്പുറത്ത് പൂർത്തിയായിട്ടുണ്ട്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇവിടേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 5 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തും. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സച്ചിൻ പൈലറ്റും കടപ്പുറത്തേക്ക് വരുന്നുണ്ടെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് ഇരിക്കാനുള്ള കസേര ഉൾപ്പെടെയുള്ള പൂർണ്ണ സജ്ജമാക്കിയ ഒരു വേദി കൂടിയാണ് കോഴിക്കോട് കടപ്പുറത്തുള്ളത്. ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ കടപ്പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെയും വയനാട് ജില്ലയിലെയും കുറച്ച് സ്ഥാനാർത്ഥികൾ വരുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ അണികളെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി വലിയൊരു റാമ്പ്, ഒരു 50 മീറ്റർ നീളമുള്ള ഒരു റാമ്പ് ഉൾപ്പെടെ കോഴിക്കോട് കടപ്പുറത്ത് സജ്ജമാക്കിയിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഷാഫി പറമ്പിൽ MP ആയിരുന്നു ഇതിന്റെ ചുമതലയുണ്ടായിരുന്നത്. അദ്ദേഹം ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് അദ്ദേഹം പോയത്. മറ്റൊരു കാര്യം, ഇന്ദിരാ ഗ്യാരണ്ടി, അതായത് UDF അധികാരത്തിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായി 5 ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി തലസ്ഥാനത്ത് വെച്ച് പുതിയ യാത്രയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്ന ബസ് ഉൾപ്പെടെ ഈ വേദിയുടെ അരികിൽ രാവിലെ മുതൽ തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി അത് ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം രാഹുൽ ഗാന്ധി തന്നെ ആ ബസ്സിൽ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുമെന്നായിരുന്നു അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇല്ലാത്തതുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയായിരിക്കും ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുക. അതായത് 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുക, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ പലിശരഹിത വായ്പ നൽകുക തുടങ്ങിയ വലിയ പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തും. വലിയൊരു ആവേശം UDF ക്യാമ്പിന് നൽകിക്കൊണ്ടാണ് UDFന്റെ ഒരു ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുക എന്നാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും കോഴിക്കോട് കടപ്പുറത്ത് പൂർത്തിയായിരിക്കുന്നു. 5 മണിയോടുകൂടി പരിപാടി ആരംഭിക്കുകയും ചെയ്യും. വിനീത, ശരി. പുതുയുഗ യാത്രയുടെ സമാപന വേദിയിലാണ് രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികൾ കോൺഗ്രസിന്റെ പ്രഖ്യാപിച്ചത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രചാരണം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നില്ല കോഴിക്കോട്ടേക്ക്, പകരം മല്ലികാർജ്ജുൻ ഖർഗെ എത്തുന്നു. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി എത്തിയേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ സോണിയാഗാന്ധി ആശുപത്രിയിലായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ എത്താത്തത്. സിനോജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.